ഇവിടെ ഒരു പെണ്ണ് തന്റെ പാർട്ണറിനെ ക്ലിഫിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. താഴേക്ക് വീണ ജൂലിയെ കണ്ട് അവൾ മരിച്ചെന്ന് വിചാരിക്കുന്നു. അവളെ നോക്കുന്നതിനായി ജാക്ക് താഴേക്ക് ഇറങ്ങി വരുന്നു. പക്ഷേ ജൂലി അവിടെ കാണുന്നില്ല. അവൾ അവിടെയെല്ലാം ജൂലി അന്വേഷിക്കുന്നു. തനിക്ക് അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞ് കരയുന്നു. ജൂലി മറഞ്ഞിരുന്ന ജാക്കിനെ നോക്കുന്നു. പക്ഷെ അവളുടെ ഫേസിൽ ഒരു സങ്കടവും ഉണ്ടായിരുന്നില്ല. അവൾ ജാക്കിന്റെ കണ്ണിൽപ്പെടാതെ രാത്രി മുഴുവൻ കാട്ടിൽ കഴിയുന്നു. പിറ്റേന്ന് ജാക്ക് ജൂലിയെ ഷൂട്ട് ചെയ്യുന്നതിനായി ഒരു ഗണ്ണുമായി വരുന്നു. പക്ഷെ ജൂലി അവൾ കാണാതെ വീടിനകത്ത് കയറി മുറിവിൽ സ്റ്റിച്ച് ഇടുന്നു. എന്നിട്ടൊരു ബോട്ടിൽ കയറി മറുവശത്തുള്ള ഒരു വീട് ലക്ഷ്യമാക്കി പോകുന്നു. പക്ഷെ അപ്പോഴേക്കും ജാക്ക് മറ്റൊരു ബോട്ടിൽ വന്ന് അവളെ പിടിക്കുന്നു. അപ്പോൾ അവിടെ നിൽക്കുകയായിരുന്ന ഒരാൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ജാക്ക് പ്രശ്നമൊന്നുമില്ല, രാത്രി വൈഫിനെയും കൂട്ടി വീട്ടിലേക്ക് ഡിന്നറിന് വരുമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. രാത്രി അവർ അവിടേക്ക് വരുന്നു. ഡിന്നറിന് ശേഷം ജാക്കും ഇയാളും പുറത്തുനിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജൂലി ആ വൈഫിനോട് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. പക്ഷെ അത് കണ്ട ജാക്ക് ഒന്നും ചിന്തിക്കാതെ അയാളെ കൊല്ലുന്നു. പേടിച്ചോടാൻ ശ്രമിച്ച വൈഫിനെയും കൊല്ലുന്നു. ഇതെല്ലാം കണ്ട് ജൂലി ഷോക്കാവുന്നു. ജാക്ക് അവളെയും കൊണ്ട് തന്നെ ആ ബോഡി കായലിൽ കൊണ്ടിടുന്നു. പിറ്റേ ദിവസം ജൂലി നോക്കുമ്പോൾ അവിടെ ഇരുന്ന കരടിത്തലയുടെ പുറകിലായി ഒരു ബോക്സ് കാണുന്നു. അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ ജാക്ക് ഇവൾക്ക് കൊടുത്തതുപോലെ കുറെ മാലകൾ അതിലിരിക്കുന്നു.